മോർണിംഗ്, വെൽക്കം ടു ഡബിൾ എസ്. നമ്മൾ സാറ്റർഡേ വ്ലോഗാണ് കേട്ടോ ഇന്ന് എടുക്കണത്. അപ്പോൾ ഞാനിതായി എണീറ്റിട്ടേ ഉള്ളൂ. സമയം ഒരുമിച്ച് ടമയം എന്നൊക്കെ സമയം 9 ആവാറായിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം ഒന്ന് ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം. അത്രേ ഉള്ളൂ. നമ്മൾ നാട്ടിൽ പോയിട്ടുള്ള ഫ്ലാറ്റിലാണ്, പക്ഷെ ഇന്ന് നാട്ടിൽ പോവും. അപ്പം അതിന് റെഡി ആവണം. ഇന്നലെ കുറച്ച് അത്യാവശ്യമായ കാര്യങ്ങൾ ഓഫീസിലുണ്ടായിരുന്നു. നല്ല ലേറ്റായിട്ടാണ് എത്തിയത്. അപ്പം അതുകൊണ്ടാണ് ഇന്നലെ പോകാൻ പറ്റാഞ്ഞത്. അപ്പം ഇന്ന് പോകണം. ഞാൻ വേഗം ഒന്ന് ഫ്രഷ് ആവട്ടെ എന്നിട്ട് കാണാം. അപ്പം ഞാനതേ എണീറ്റ് ഫ്രഷായി. ഇനി നമുക്ക് പാല് വന്നിട്ടുണ്ടോ നോക്കാം കേട്ടോ. ഞാൻ ഇന്നിപ്പം അവർ നോർമലി നമ്മൾ സാറ്റർഡേ പാല് വേണ്ടെന്ന് പറയും. അങ്ങനെയാണ് ഇത്തവണ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. നോക്കട്ടെ പാല് വന്നിട്ടുണ്ടോയെന്ന്. ഇല്ല. അപ്പം ഇന്നിപ്പോൾ പാലില്ല. എനിക്കൊന്ന് പാലപ്പം പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരും. ചായ വേണമെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ കട്ടൻ ചായ വേണം. ഞാൻ ചോദിക്കട്ടെ. സൂര്യചേട്ടാ പാല് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്നലെ. അപ്പം വാങ്ങിക്കുക അതോ കട്ടൻ ചായയോ? ഇന്നലത്തെ ഉണ്ടോ? അപ്പോൾ ഇന്നലത്തെ പാലുണ്ട്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ചായ ഉണ്ടാക്കാം. ദോശമാവ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ദോശ ഉണ്ടാക്കാം. അത്രേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ വേഗം പോവും. ഇന്നിപ്പം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ചെടികൾ ദേ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതിന് വെള്ളം ഒഴിച്ചിട്ട് പോവാം. ഒരു ദിവസം വെള്ളം ഒഴിക്കാൻ പറ്റില്ല. ഇന്നിതിന് വെള്ളം ഒഴിച്ചിട്ട് പോവാൻ. ഇനി ചട്ടിയൊക്കെ മാറ്റാനുണ്ട് കേട്ടോ. ഇത് വാങ്ങിച്ച് അങ്ങനെ തന്നെ ഇരിക്കണതാണ്. ചട്ടിയൊന്നും മാറ്റി വെച്ചിട്ടില്ല. നമ്മളിപ്പോൾ ഒരുപാട് പണിയൊന്നും ചെയ്യുന്നില്ല. പണി ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് സമയത്തിനൊന്നും ഇറങ്ങാൻ പറ്റില്ല. അപ്പം ഒന്നുമില്ല, ചായ ഉണ്ടാക്കലും ബ്രേക്ക്ഫാസ്റ്റ് ദോശമാവ് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പം അമ്മ ഇവിടെ ഇല്ല. അത് പറഞ്ഞില്ലല്ലോ, അമ്മ ഇവിടെ ഇല്ല. അമ്മ തിരുവാതിരക്കളി ഉള്ളതിനോട് നേരത്തെ പോയായിരുന്നു. ഇന്നലെ ഫ്രൈഡേ ഉണ്ടായിരുന്നില്ല. തേഴ്സ്ഡേ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അമ്മ പോയിട്ടുണ്ടായിരുന്നു തിരുവാതിരക്കളി. ഗുരുവായൂർ അമ്മയ്ക്ക് തിരുവാതിരക്കളി ഉണ്ടായിരുന്നു. അപ്പം അതിനമ്മ പോയി. അപ്പം ഫ്രൈഡേ നമ്മൾ ഇവിടെ ഒറ്റയ്ക്കായിരുന്നു. ഞാൻ ഓഫീസിൽ പോയി. ചോദിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഫ്രൈഡേ നൈറ്റ് നമ്മൾ പോകുമല്ലോ, അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ എൻ്റെ വർക്ക് കഴിഞ്ഞില്ലെങ്കിൽ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞില്ല. അത് കാരണം ഇന്നേക്ക് ആക്കിയതാണ്. അപ്പം ഇന്ന് അമ്മ ഓൾറെഡി മാവ് ഉണ്ടാക്കി വെച്ചത് ഉണ്ട്, ബാക്കിയുണ്ട്. അപ്പം അത് വെച്ചിട്ട് ദോശ ഉണ്ടാക്കണം, ചായ ഉണ്ടാക്കണം, ഒരു ചട്നി ഉണ്ടാക്കണം. അത്രയേ ഉള്ളൂ പരിപാടി. അത് കഴിഞ്ഞ് വേഗം റെഡിയായി പാക്ക് ചെയ്ത് പോകണം. ഞങ്ങളപ്പോൾ പോവാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് കേട്ടോ ചാലക്കുടിക്ക്. ചാലക്കുടി എത്തി കേട്ടോ, ഇല്ലത്തെത്തി. ഞാൻ അവിടുന്ന് റെഡി ആയി കഴിഞ്ഞ് പിന്നെ ബാഗും സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഫോൺ അങ്ങ് ബാഗിൽ വെച്ചിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ.
അതിൻ്റെ ഇടയിൽ അതൊന്നും എടുക്കാൻ ഞങ്ങൾ നേരിട്ട് പോന്നു. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. സാറ്റർഡേ ആണ്, ഉച്ച സമയമാണെന്നുണ്ടെങ്കിൽ തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഇതേ സമയം 2 മണിയായി. ജുഗുനും ഭക്ഷണം കഴിച്ചു. ഇതേ നമ്മൾ ഫുഡ് കഴിക്കാൻ പോണേ ഉള്ളൂ. എന്താ പാവം. അപ്പം നമ്മുടെ ലഞ്ച് ടൈമായി. ലഞ്ച് കഴിച്ചിട്ട് വേണം പാടൂർക്ക് പോകാൻ. പാടൂർക്ക് നമ്മൾ തൃശ്ശൂർ വഴിയാണ് പോകണത്. തൃശ്ശൂർ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് കേട്ടോ ഇന്ന് ലഞ്ചിനുള്ളത്. അപ്പോൾ അതൊക്കെ കഴിച്ച് വേഗം പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് ഞങ്ങൾ. ഞങ്ങളുടെ ലഞ്ച് കഴിഞ്ഞു. അച്ഛമ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ തൃശ്ശൂർ പോവാ. എന്നിട്ട് എവിടേക്കാ പോവാ? ഞങ്ങൾ ഇറങ്ങിയിട്ടോ. തൃശ്ശൂർ വഴിയാണ് പോണേ. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സൺ ഹോസ്പിറ്റലിൽ ഒന്ന് കയറേണ്ട ആവശ്യമുണ്ട്. അമ്മയുടെ മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട്, പാടൂരത്തെ അമ്മയുടെ മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ അടുത്ത അമ്മ അവിടെ നിന്ന് കാണിച്ചായിരുന്നു. അപ്പം അവിടെ നിന്നാണ് ഇപ്പം മരുന്ന്. അപ്പോൾ ഇടയ്ക്ക് മന്ത്ലി വൺസൊക്കെ നമുക്ക് അവിടെ പോയി മരുന്ന് മേടിക്കാറുണ്ട്. അപ്പം നമ്മൾ സൺ ഹോസ്പിറ്റലിലെത്തി അവിടെ പാർക്ക് ചെയ്ത് അകത്തേക്ക് പോകണം. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തതാണ് കേട്ടോ. ന്യൂറോനെയാണ് ബുക്ക് ചെയ്തതാണ്. അപ്പം അങ്ങോട്ടേക്ക് പോവുകയാണ്. നമ്മൾ ചന്നോഫട്ടിലാണ്. ഇന്ന് നമ്മൾ അച്ചാച്ചീട്ടിലേക്ക് പോകും. എവിടെ കാണിച്ചേ? ഞങ്ങൾ മരുന്നൊക്കെ വാങ്ങി ഇതാ പാടൂർ എത്തിയിട്ടോ. അവിടെ അച്ചാച്ചൻ ജുഗുനുവിനെ സർപ്രൈസ് ആക്കി വാങ്ങിച്ചു വെച്ചിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇപ്പോൾ എപ്പോഴും പൂരല്ലേ, അതാണ് ഈ കാണുന്നത്. ഇപ്പം നമ്മളിത് ജസ്റ്റ് ഇവിടെ എത്തിയിട്ടോ. പാടൂര് എത്തി. നമ്മൾ ജസ്റ്റ് റീച്ച്ഡ്. ഇതാണ് കേട്ടോ എൻ്റെ ഡിന്നർ. ഞാൻ ഓട്സ് ആണ് കഴിക്കുന്നത്. കുറച്ച് പച്ചക്കപ്പലിൻ്റെ ഇടും. എല്ലാ ദിവസവും ഇതൊന്നും അല്ല കേട്ടോ. പക്ഷേ ഇന്ന് ഓട്സ് ആണ്. അങ്ങനെയാണ്, അത്രയേ ഉള്ളൂ. വണ്ടി ശരിയായിട്ടുണ്ട്. 1500 രൂപ. ഓടിച്ചു നോക്കൂ, ശരിയായോ? അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ വേഗം തന്നെ വരാം. അതുവരെ ടാറ്റാ.